നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ 5 കോടി രൂപ ചെലവിൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാൻ ധാരണയായി. 2 നിലകളിലായി 17,300 സ്ക്വയർ ഫീറ്റിലാണ് സെന്ററിന്റെ നിർമ്മാണം നടത്തുക. പുന്നപ്ര വണ്ടാനം ഷറഫുൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിൽ നിർമ്മാണം പൂർത്തീകരിച്ച മദ്രസ കോംപ്ലക്സിന്റെയും സ്മാർട്ട് റൂമിന്റെയും ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ജീവനക്കാരെ പുറംകരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. റൈഡ് വിത്ത് JCI സൈക്കിൾ റാലി HSLM MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ 5 കോടി രൂപ ചെലവിൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാൻ ധാരണയായി. 2 നിലകളിലായി 17,300 സ്ക്വയർ ഫീറ്റിലാണ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക. 5 കോടി രൂപ ചെലവിൽ ക്ഷേത്രാങ്കണത്തിൽ അമ്യൂണിറ്റി സെന്റർ ഒരുങ്ങുന്നു. 2 നിലകളിലായി 17,300 സ്ക്വയർ ഫീറ്റിൽ പൂർത്തിയാക്കുന്ന സെന്ററിന്റെ താഴത്തെ നിലയിൽ 9 ഡീലക്സ് മുറികളും 1 സ്യൂട്ട് മുറിയും, മുകളിലത്തെ നിലയിൽ 11 ഡീലക്സ് മുറികളും 1 സ്യൂട്ട് മുറിയുമാണ് ഉണ്ടാവുക. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തിന് പുറമെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക ഡോർമെറ്ററികൾ, സ്റ്റോറേജ്, ശുചിമുറി സംവിധാനവും ഉണ്ടാകും. അമ്പലപ്പുഴ ക്ഷേത്ര ദർശനത്തിന് ദൂരദേശത്ത് നിന്ന് എത്തുന്നവർക്കുൾപ്പെടെ മെച്ചപ്പെട്ട സുഖസൗകര്യങ്ങളോടെ താമസ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അമ്യൂണിറ്റി സെന്റർ ഒരുക്കുന്നത്. ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് നിലവിൽ സ്ഥിതി ചെയ്യുന്ന ദേവസ്വം സത്രം പൊളിച്ചു നീക്കിയാകും അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുക. 40 വർഷം പഴക്കമുള്ള സത്രം കാലപ്പഴക്കം കൊണ്ട് താമസയോഗ്യമല്ലാതായതോടെ കഴിഞ്ഞ 2 വർഷമായി ഇത് ഭാഗികമായാണ് പ്രവർത്തിക്കുന്നത്. ഇതിനാൽ മറ്റു നാടുകളിൽ നിന്ന് ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ സ്വകാര്യ ലോഡ്ജുകളിലെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് HSLM MLA പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടാണ് അമ്യൂണിറ്റി സെന്ററിന് പണം അനുവദിപ്പിച്ച് നൽകിയത്. അമ്യൂണിറ്റി സെന്ററിന് പുറമെ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള കലാപരിപാടികൾ അരങ്ങേറുന്ന സ്റ്റേജും ഇതിനോടനുബന്ധിച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയവും പുനർനിർമ്മിക്കും. 5 കോടി രൂപയ്ക്ക് പുറമെ ബജറ്റ് ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അധികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ചുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നൽകിയിരിക്കുന്നത്. ഇവയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ MLA യോഗവും വിളിച്ചു ചേർത്തു. നമ്മുടെ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റിന്റെ പൊതു ഫണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പ്രോജക്റ്റായിട്ട് വരുന്നതെന്നാണ് തോന്നുന്നത്. അത് 2 സ്കീമുകളാണ് നമ്മൾ നിർദ്ദേശിച്ച് നമുക്ക് അംഗീകാരം കിട്ടിയത്. ഒന്ന്, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ 5 കോടി രൂപയുടെ അമ്യൂണിറ്റി സെന്റർ. പഴയ സത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. 6-7 മുറികളുണ്ട്. എല്ലാം കൂടി ഉപയോഗിക്കുന്നില്ല. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള മുറികളാണുള്ളത്. പലപ്പോഴും നമുക്കത് ഇവിടെ എത്തുന്ന ഗസ്റ്റുകളെ പോലും താമസിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പലപ്പോഴും മാറിയിട്ടുണ്ട്. അപ്പം അത്തരമൊരു പ്രയാസം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രോജക്റ്റ് ആരംഭിച്ചത്. നിലവിലായതിനു ശേഷം ആദ്യത്തെ വർഷം ആ സമയം തന്നെ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവിധ ആളുകൾ പലതരത്തിൽ പ്രവർത്തിക്കുന്നു. ഔദ്യോഗികമായും അനൗദ്യോഗികമായും പ്രവർത്തിക്കുന്ന സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ യോഗം ഇതേ ഹാളിൽ വിളിച്ചു കൂടിയിരുന്നു. അതേതാണ്ട് ഒരു 40 വരുന്ന വ്യക്തിത്വങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തു. ഒരാൾ വിളിച്ചു, ഞാൻ കത്ത് നൽകിയത് ഒരാൾ വിളിച്ചു, ബാക്കി എല്ലാവരുമായി യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ, അംഗങ്ങളായ സുഷമ രാജീവ്, കവിത, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MM നിഖിൽ ലാൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അജിത്, ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗീതാ ഗോപാലകൃഷ്ണൻ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A നിഹാൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മധു, ടൂറിസം അസിസ്റ്റന്റ് എഞ്ചിനീയർ S വിമൽ കുമാർ, കിഡ് പ്രോജക്ട് എഞ്ചിനീയർ ശില്പ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പുന്നപ്ര വണ്ടാനം ഷറഫുൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിൽ നിർമ്മാണം പൂർത്തീകരിച്ച മദ്രസ കോംപ്ലക്സിന്റെയും സ്മാർട്ട് റൂമിന്റെയും ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു.
വണ്ടാനം ഷറഫുൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിൽ നിർമ്മാണം പൂർത്തീകരിച്ച മദ്രസ കോംപ്ലക്സിന്റെയും സ്മാർട്ട് റൂമിന്റെയും ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ നിർവഹിച്ചു. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത പേടകത്തിന് കൂടി ഇവിടെ പലരും ശാസ്ത്രജ്ഞന്മാരുടെ ബഹിരാകാശ സഞ്ചാരം നടത്തുമ്പോൾ നമുക്കതൊരു അത്ഭുതപ്പെടാതായി തോന്നും. കാരണം സൂഖ ഉപയോഗിച്ചത് വേറൊരു മാധ്യമമാണ്, അത് ഭൗതികമായ മാധ്യമമാണ്. ആകാശത്തിൽ കൂടി പറക്കണം നമുക്ക് കഴിയുമല്ലോ, പക്ഷെ നമുക്കിത് വേണം, അതിന് ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത അതിന്റെ വാഹനങ്ങളാണ്. മഹാന്മാർ ആകാശത്തിൽ കൂടി പറഞ്ഞു. പുന്നപ്ര വണ്ടാനം ഷറഫുൽ ഇസ്ലാം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഷറഫുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് CS സലീം ചക്കിട്ടപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CCTV ഉദ്ഘാടനം അമ്പലപ്പുഴ MLA ഇസ്ലാമും നിർവഹിച്ചു. എഞ്ചിനീയർ A അബ്ദുൾ റഷീദ്, ബിൽഡിംഗ് കോൺട്രാക്ടർ S ചന്ദ്രകുമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഷറഫുൽ ഇസ്ലാം സംഘം ചീഫ് ഇമാം ഷൊറാബ് ബിൻ സക്കാഫി, ട്രഷറർ ഇബ്രാഹിം കുട്ടി വിളക്കേഴം, CRP അബ്ദുൽ ഖാദർ, PN നവാസ് വണ്ടാനം, MK അബ്ദുൾ റഷീദ്, അൻസാരി മിസ്ബാഹി എന്നിവർ സംസാരിച്ചു. ഷറഫുൽ ഇസ്ലാം സംഘം ജനറൽ സെക്രട്ടറി PM ബഷീറുദ്ദീൻ പോളക്കുളം ചടങ്ങിന് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി I അബ്ദുൾ സത്താർ നന്ദിയും പറഞ്ഞു. ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ജീവനക്കാരെ പുറം കരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ജീവനക്കാരെ പുറം കരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് നഴ്സിംഗ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി KGNA ജനറൽ സെക്രട്ടറി T സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ ബദൽ എന്ന രീതിയിലാണ് ഇവിടെ ഇത് നടപ്പിലാക്കുന്നത്. തൊഴിൽ മേഖലയിലാകെ വലിയ തോതിലുള്ള അസംതൃപ്തി രൂപപ്പെട്ടു വരുന്നതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വലിയ പ്രക്ഷോഭം, രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധ സമരം, പണിമുടക്ക് സമരം, അതിൽ പങ്കെടുത്ത ആളുകളാണ് ഇവിടെ ഉള്ളതിൽ കുറേയേറെ സഖാക്കളെങ്കിലും ആരോഗ്യ മേഖലയിലുള്ളവരെ ആ പണിമുടക്കത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിലും സംഘടനയുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പണിമുടക്കത്തിൽ പങ്കെടുക്കണമെന്നുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കുറേയേറെ സഖാക്കൾ ആ പണിമുടക്കത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ആ പണിമുടക്കത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് അത് കരാർ കാർഷിക നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യ രാജ്യത്തെ 145 കോടി ജനങ്ങളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. ചൈനയെ നമ്മൾ പുറന്തള്ളിക്കഴിഞ്ഞു. ഒന്നാം സ്ഥാനം ഇന്ത്യക്ക്. KGNA ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് R രജില ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് SS ഹമീദ്, KGNA സംസ്ഥാന സെക്രട്ടറി L ദീപ, സംസ്ഥാന സെക്രട്ടറി നിഷ ഹമീദ്, സംസ്ഥാന കമ്മിറ്റി അംഗം CC മായ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ലെവിൻ K ഷാജി ധർണയ്ക്ക് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി K വീണ നന്ദിയും പറഞ്ഞു. റൈഡ് വിത്ത് JCI സൈക്കിൾ റാലി സലാം MLA ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയിൽ മൂല്യശാക്തീകരണ സന്ദേശം പകർന്ന് JCI സംഘടിപ്പിച്ച റൈഡ് വിത്ത് JCI മേഖലാതല സൈക്കിൾ റാലി അമ്പലപ്പുഴ MLA സലാം ഫ്ലാഗ് ഓഫ് ചെയ്തു. പുന്നപ്ര പറവൂർ ഗോൾഡൻ ടർഫിൽ നടന്ന ചടങ്ങിൽ സലാം JCI സോൺ ഡയറക്ടർ റിസാൻ നസീറിന് പതാക കൈമാറി ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. JCS പുന്നപ്ര പ്രസിഡന്റ് TN തുളസിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. JCI വെമ്പനാട് ലേക്ക് സിറ്റി പ്രസിഡന്റ് മനോജ് ഗോപാലകൃഷ്ണൻ, മുൻ സോണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷബിൻ ഷാ, നാഷണൽ ട്രെയിനർ ഡോക്ടർ OJ സ്കറിയ, പ്രോഗ്രാം ഡയറക്ടർ നസീർ സലാം, JCI സോൺ കോർഡിനേറ്റർ മാത്യു തോമസ്, P അശോകൻ, S പത്മകുമാർ, കണ്ണൻ കൃഷ്ണൻ ഉണ്ണി, ശ്യാം നെസ്റ്റ്, ബിനോയ് എന്നിവർ സംസാരിച്ചു. വിനോദസഞ്ചാരികൾക്കായി കുട്ടനാട് സഫാരി നടപ്പിലാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പാതിരാമണൽ സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടനാടിന്റെ മുഴുവൻ മനോഹാരിതയും ഒറ്റ ബോട്ട് യാത്രയിൽ ആസ്വദിക്കാവുന്ന വിധം ഗൾഫ് രാജ്യങ്ങളിലെ ഡെസേർട്ട് സഫാരിക്ക് തുല്യമായിട്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുകയെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ അവിടെ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. കുട്ടനാടിൻ്റെ
മനോഹരമായ ഭംഗി പകർന്നെടുത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ ഡെസേർട്ട് സഫാരിക്ക് തത്തുല്യമായി ബോട്ട് സഫാരി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ നാടിൻ്റെ ഈ കുട്ടനാടെന്ന് പറയുന്ന ഒരുപാട് സംസ്കാരങ്ങളുടെ ഒരു കേന്ദ്രമാണ്. നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വായിച്ചാൽ തീരാത്തത്രയും കലാരൂപങ്ങളും പാട്ടുകളും അങ്ങനെ കലാരൂപങ്ങളും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ അതിൻ്റെ സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുകൊണ്ടുള്ളൊരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആലപ്പുഴയിൽ തുടങ്ങി ഞാൻ ബോട്ടിൽ കാണിച്ചിരുന്നില്ല, ആലപ്പുഴയിൽ തുടങ്ങി കറങ്ങി വരുന്ന വഴിക്ക് ലഘുഭക്ഷണം, അതുപോലെ പല സ്ഥലത്തും നിർത്തുമ്പോൾ അവർക്ക് ഉച്ചഭക്ഷണം. അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ചിത്രകാരനിരുന്നു. എക്സാമ്പിൾ ആ ചിത്രകാരനിരുന്ന് നമ്മളെ സ്കെച്ച് വരച്ചു തരും, പെൻസിലുണ്ട് നമ്മളെ വരച്ചു തരും, അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചർ വരച്ചു തരും. അപ്പോൾ അത് വാങ്ങാം, ആ ചിത്രകാരൻ അത് വിലയ്ക്ക് വാങ്ങാം. അപ്പോൾ ആ ഒരു ചിത്രകാരനൊരു ജോലിയായി. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ കയറ് പിരിക്കുന്നത്, നമ്മളതെല്ലാം മറന്നുപോയി. കയറ് പിരിക്കുന്നത് ഇപ്പോൾ യന്ത്രമാണ്. അപ്പോൾ സ്ത്രീകൾ കയറ് പിരിച്ചിരുന്നു, അപ്പോൾ അത് നമ്മൾ കാണിക്കും. പിന്നെ ഈ ഓല കൊണ്ട്, കുരുത്തോല കൊണ്ടുള്ള മനോഹരമായ നമ്മൾ ഓല മെടയുക. പണ്ട് ഓല മേഞ്ഞ വീടുകളുണ്ടായിരുന്നു. ഓല മെടയും നമ്മൾ നാട്ടിലെങ്ങും കാണാം. ഒരുപക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഗ്രാമങ്ങളിൽ കാണുന്നുള്ളതല്ലാതെ ദൂരോട്ടെങ്ങും ഇതിപ്പോൾ കാണാനില്ല. അപ്പോൾ ഓല മെടയുന്നത് അങ്ങനെയാണ്. അത് പരിശീലിപ്പിക്കും കുറച്ച് നേരം വരുന്ന ടൂറിസ്റ്റുകളെ. അതിലുള്ള പന്ത്, അതിലുള്ള കുട്ടനാട് ഒരുപാട് കലാരൂപങ്ങളുടെയും പാട്ടുകളുടെയും സംസ്കാര കേന്ദ്രമാണ്. ഇതെല്ലാം കാണുന്നതിനും അടുത്തറിയുന്നതിനും ഈ പാക്കേജിലൂടെ സാധ്യമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി വി നായർ, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, വൈസ് പ്രസിഡന്റ് NT റജി, സ്ഥിരം സമിതി അധ്യക്ഷരായ നസീമ ടീച്ചർ, CD വിശ്വനാഥൻ, വാർഡംഗങ്ങളായ V വിഷ്ണു, KS ദാമോദരൻ, ലൈല ഷാജി, കുഞ്ഞുമോൻ ഷാനവാസ്, നിഷ പ്രദീപ്, TC മഹീധരൻ, വിനോമ്മ രാജു, പഞ്ചായത്ത് സെക്രട്ടറി MP മഹീധരൻ, വിവിധ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിൽ ലൈബ്രറി പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് അമ്പലപ്പുഴ MLA H. സലാം അഭിപ്രായപ്പെട്ടു. പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിൽ ലൈബ്രറി പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് H. സലാം MLA അഭിപ്രായപ്പെട്ടു. അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെ സമാപനവും IV ദാസ് അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളിതര നേതാക്കളായിട്ട് ഓർമ്മിക്കുന്ന വേള കൂടിയാണ്. ഈ മാസമാണെങ്കിൽ ജൂലൈ 5 വൈക്കം മുഹമ്മദ് ദിനമാണ്. ജൂലൈ 4 3 ഈ സാമ്പത്തിക ദിനമാണ്. ജൂലൈ 4 ഈ സാമ്പത്തിക ദിനമാണ്. ഇന്ന് IV ദാസ് ഭാഷ ദിനമാണ്. ഇതിലേക്ക് നമ്മൾ നോക്കിയാൽ ഇങ്ങനെയൊരു പ്രാധാന്യം കാണാം. ഇവരെല്ലാം അവർ ജീവിച്ചു പോകുന്ന വഴിയിലേക്ക് നമ്മളോട് നോക്കിയാൽ തിരിഞ്ഞു നോക്കിയാൽ എത്ര വലിയ സംഭാവന നമ്മൾ ജനിച്ച് ജീവിക്കുന്ന ഈ മണ്ണിന് വേണ്ടി ചെയ്തവരാണ്. നമ്മളത് കാണുമ്പോൾ നമ്മുടെ നാട്ടിനെ കുറിച്ച് അഭിമാനത്തോടെ പറയും, കേരളത്തെ കുറിച്ച് നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുക. മറ്റേത് നാടിലൂടെ ഇങ്ങനെ നമ്മൾ അഭിമാനത്തോടെയും കാര്യത്തെ കുറിച്ച് പറയും. നമ്മുടെ സംസ്കാരത്തെ കുറിച്ച്, നമ്മുടെ വിദ്യാഭ്യാസ സൗകര്യത്തെ കുറിച്ച്, നമ്മുടെ ഒരു സാമൂഹ്യമായി പരിഷ്കരിക്കപ്പെട്ട ഈ മണ്ണിനെ കുറിച്ച്, നവോത്ഥാനത്തിന്റെ മഹാപാചകത്തെ കുറിച്ച് നമ്മൾ പറയും. ഇതിനെല്ലാം ഈ നാട് എത്താൻ കഴിയുന്നതിൽ കേരളത്തിലെ കലയുടെയും സാഹിത്യത്തിന്റെയും ഒരു പങ്ക് അത്രമേൽ വലുതാണ്. വൈദ്യസാറിനെ ഓർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹം ഗ്രന്ഥശാല പുസ്തകം രൂപീകരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏത് കാലം നൽകുന്നതാണ്? ഐക്യകേരളം രൂപപ്പെടുന്ന മുമ്പുള്ള കാലത്താണ്. തിരുവിതാംകൂറായിരിക്കുന്ന കാലത്താണ് പണിക്കർ സാർ അമ്പലപ്പുഴയിൽ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനം അമ്പലപ്പുഴ കുട്ടനാടൊക്കെ പ്രവേശിച്ചിട്ടുണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടിൽ വീരപ്പൂരിൽ ഓണമാക്കി ഉണ്ടാക്കിയിരുന്നു. പക്ഷേ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥശാല അമ്പലപ്പുഴ പീക്കരൂരിലാണ്. പഴവേട് വിജ്ഞാനപ്രദായിനി വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV ഉത്തമൻ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം CK സുധാകര പണിക്കർ IV ദാസ് അനുസ്മരണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ മാക്കിയിൽ, വാർഡ് കൗൺസിലർ R. രമേശ്, CK രതികുമാർ, KP കൃഷ്ണദാസ്, ബാലൻ C. നായർ, S. രാധാകൃഷ്ണൻ, NS രാധാകൃഷ്ണൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KV രതീഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാതല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാ ഓഫീസ് സംഘടിപ്പിച്ച ഇഷ്ടപുസ്തകം ആർക്കും പറയാം മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും, സാക്ഷരതാ മിഷൻ തുല്യതാ പഠിതാക്കൾക്കായി നടത്തിയ വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ 5 കോടി രൂപ ചെലവിൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാൻ ധാരണയായി. 2 നിലകളിലായി 17,300 സ്ക്വയർ ഫീറ്റിലാണ് സെന്ററിന്റെ നിർമ്മാണം നടത്തുക. പുന്നപ്ര കൊണ്ടാനം ഷറഫുൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിൽ നിർമ്മാണം പൂർത്തീകരിച്ച മദ്രസ കോംപ്ലക്സിന്റെയും സ്മാർട്ട് റൂമിന്റെയും ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ജീവനക്കാരെ പുറംകരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. റൈഡ് വിത്ത് JCI സൈക്കിൾ റാലി HSLM MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.